ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ചോറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലും 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അതിന് ശേഷമാണെന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പ്രോൺസിൻ്റെ 2 സൈഡും നമ്മൾ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ ഈ ബാക്കി ഓയിലിൽ തന്നെയാണ് നമ്മൾ ഉള്ളി വഴറ്റുന്നത്. അതിനായിട്ട് ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്കൊരു 4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് അതോടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ തക്കാളിയുടെ അടപ്പൊക്കെ മാറ്റിയതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂണോളം ബിരിയാണി മസാല കൂടെ ചേർക്കുന്നുണ്ട്. അതോടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടിത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. മസാലയൊക്കെ ഒന്ന് പ്രോൺസിലൊന്ന് പിടിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുതിനയിലയാണ്. പുതിനയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തന്നെ നമ്മളിവിടെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഒന്ന് ആവി കയറി വരട്ടെ. അതുവരെ നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും എളുപ്പത്തിൽ തന്നെ നമ്മളിവിടെ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ
ചെമ്മീൻ ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.